24 മണിക്കൂറും അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരയുന്ന ജീവിയാകുന്നു പ്രാവ്. ഫുൾ ടൈം കരച്ചിലാണ് പ്രാവിന്, ഫുൾ ടൈം കരച്ചിലാണ്. പ്രാവ് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ്. മനുഷ്യന് മാത്രമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഇല്ലാത്തത്. മരങ്ങൾ 24 മണിക്കൂറും തസ്ബീഹിലാണ്. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മരം മുറിക്കുന്ന മനുഷ്യൻ 12 മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചൊല്ലണം. കാരണം മരം 24 മണിക്കൂറും തസ്ബീഹ് ചൊല്ലുന്ന ജീവിയാണ്. മനുഷ്യനോട് 24 മണിക്കൂർ ചെല്ലാൻ പറഞ്ഞിട്ടില്ല. അദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂന. കസീർ എന്ന് പറഞ്ഞാൽ 50% കൂടുതൽ, അഥവാ 12 മണിക്കൂറിൽ കൂടുതൽ. മനുഷ്യന്മാരോട് 12 മണിക്കൂറിൽ കൂടുതലേ ചെല്ലാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് 12 മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചൊല്ലുന്നവന് മാത്രമേ കോഴിയെ അറുക്കാൻ അവകാശമുള്ളൂ എന്ന് ഇമാം ഷഹറാനി. കാരണം കോഴി 24 മണിക്കൂറും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്ന ജീവിയാകുന്നു. ഒരു കോഴിയുടെ പ്രത്യേകത പോലും ഇല്ലാത്തവരായി ചിലപ്പോൾ നമ്മൾ മാറുകയാണ്. കോഴി പോയിട്ട് മരം പോയിട്ട് ഒരു അലക്കുകല്ലിൻ്റെ പ്രത്യേകത പോലും ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും. തിരുമ്പണ കല്ലിൻ്റെ പ്രത്യേകത എന്താ? തിരുമ്പണ കല്ലിൻ്റെ പ്രത്യേകത എല്ലാ മനുഷ്യരുടെയും ഐബുകളെ തിരുമ്പണ കല്ല് മറച്ചു വെക്കുന്നു, ഇല്ലാതെയാക്കുന്നു. മനുഷ്യന്മാരെ ഐബൊക്കെ കൊണ്ടുപോയിട്ട് കല്ലുമ്മ കൊണ്ടുപോയിട്ട് തിരുമ്പുകയാണ്, മൂപ്പരത് ഇല്ലാതെയാക്കിക്കളാണ്. എന്നാൽ ഇൻഫർമേഷൻ ടെക്നോളജി പോലും ആളുകളുടെ ഐബുകൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തിരക്കിലാണ് നമ്മൾ. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റൊക്കെ ആൾക്കാരുടെ ഐബ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തിരക്കിലാണ് നമ്മളുള്ളത്. ഒരു പാറൻ്റെ, ഒരു തിരുമ്പണ കല്ലിൻ്റെ പ്രത്യേകത പോലും ഇല്ലാതെ ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്നവരായി മാറുകയാണ്. നമ്മളൊരു തിരിച്ചുപോക്ക് അനിവാര്യമാണ് അള്ളാഹുവിങ്കലേക്ക്. ഇദാ ദക്കറല്ലാഹ ഖലസ. ഒരാൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വന്നാൽ അവൻ രക്ഷപ്പെടും. ആ ഓർമ്മ അങ്ങോട്ട് വരാത്തതാണ് നമ്മളെ പ്രശ്നം. ഓർമ്മ അങ്ങോട്ട് വരുന്നില്ല, എങ്ങനെയാലും വരുന്നില്ല. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത് കുട്ടികൾക്കാണ്. ഒരു ഉമ്മ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കെ അള്ളാഹു അല്ലാത്തവരെ കുറിച്ചുള്ള ആലോചനയിലേക്ക് പോയാൽ കുട്ടി മുല കുടിക്കാൻ വിസമ്മതിക്കുമെന്നാണ്. 2 വയസ്സ് വരെ കുടിച്ച മുലപ്പാലിൻ്റെ ഗുണം 85-ാം വയസ്സിലും നീണ്ടു നിൽക്കുന്നതിൻ്റെ കാരണം ഒരു കുട്ടി മുല കുടിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന അവസ്ഥയിലായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ മനസ്സുകൾ നന്നായി തീരലാണ് സ്വർഗത്തിലേക്കുള്ള വഴി. മുഅ്മിനീങ്ങൾ ഏറ്റവും വലിയ മാതൃകാ പുരുഷന്മാരായി മാറണം. ഇസ്ലാമിൻ്റെ മാതൃക നമ്മളിൽ കാണണം. പഴയ കാലത്തൊക്കെ ആളുകൾ പറയും, നമ്മളൊക്കെ പ്രായമായ ആൾക്കാർ പറയാറുണ്ട്, ഒരുപാട് ആൾക്കാർ കട്ടിലുമ കടന്നിട്ട് ഇങ്ങനെ കെലിമ ചൊല്ലി മരിക്കണത് കണ്ടത്. പ്രായമായ ആൾക്കാർക്കൊക്കെ അറിയും, കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും കട്ടിലുമ ഇങ്ങനെ കടന്നിട്ട് കെലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കണത്. 40 വയസ്സായി എനിക്ക് ഈ കാലത്തിനിടയിൽ ഒരുപാട് മനുഷ്യന്മാർ മരിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര ആളുകൾ കലിമ ചൊല്ലി മരിച്ചു എന്ന കാര്യം പ്രശ്നമാണ്. എന്തേ സംഗതി? നിസ്കരിക്കായിട്ടാ? പള്ളിയൊക്കെയും നിറയെ ആളുകളുണ്ട്. ഈമാന് തൊണ്ടെന്ന് താഴത്തേക്കാണ് പോണില്ല. ഇദാ ദക്കറല്ലാഹ ഖലസ. അല്ലാഹ് എന്ന ഓർമ്മ വന്നവൻ രക്ഷപ്പെടും. ഒന്ന് കരയാനെങ്കിലും കഴിയണ്ടേ നമുക്ക് അല്ലാഹുവിനെ ആലോചിച്ച്? ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശ്യത്തില്ലാഹ്. ലാ യലിജുന്നാറ, നരകത്തിൽ പ്രവേശിക്കുകയില്ല. റജുലുൻ, ഒരു മനുഷ്യൻ, ബകാ മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞ ഒരു മനുഷ്യൻ നരകത്തിൽ കടക്കുകയില്ല. ഏതുവരെ എന്ന് നബി തങ്ങൾ പറഞ്ഞു, അകിടിൽ നിന്നും പുറത്തേക്ക് പോന്ന പാല് അകിടിലേക്ക് തിരിച്ചു പോകാത്ത കാലത്തോളം, അകിടിൽ നിന്ന് പോന്ന പാല് അകിടിലേക്ക് തിരിച്ചു പോകാത്ത കാലത്തോളം
അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കിയവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതാണ് നരകം. നരകം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതാണ്. മനുഷ്യന്റെ സങ്കല്പത്തിനപ്പുറമാണ് നരകത്തിന്